ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത് ചർച്ച് ഡിസിപ്ലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ഈ കാര്യങ്ങളൊക്കെ പല നിലകളിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അത് മാത്രം കേന്ദ്രീകരിച്ച് ഒരു സെഷൻ ആയിട്ട് നമ്മൾ പലപ്പോഴും എടുത്തിട്ടില്ല. ദൈവസഭയിലെ അംഗങ്ങളായിട്ടുള്ളവരെല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് ദൈവസഭയിലെ ശിക്ഷണ നടപടികൾ. ദൈവവചന പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, ആത്മനിറവുള്ള സഭയാണെങ്കിൽ ശിക്ഷണ നടപടികൾ ഉണ്ടാകും. എന്നാൽ ഈ ശിക്ഷണ നടപടികൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വേറെ ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആമുഖമായി തന്നെ നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 18 നമ്മൾ ധ്യാനിച്ചാൽ 18 മുഴുവനും കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അവര് ശിശുക്കളെ പോലെയാകണം. ശിശുക്കൾ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു വരുമ്പോഴാണ് സഭയിലെ ശിക്ഷണ നടപടിയെക്കുറിച്ച് പറയുന്നത്. ഞാനതിപ്പോൾ ഓർക്കാൻ കാരണം, ശിശുക്കൾക്ക് ശിക്ഷണം വേണം എന്നുള്ളത് എല്ലാ മാതാപിതാക്കൾക്കും അറിയാം. ഇതുപോലെയാണ് ചർച്ചിലെ ഡിസിപ്ലിൻ. അല്ലാതെ വാശിയോ വൈരാഗ്യമോ തീർക്കാനോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ കളിയാക്കാനോ ഒന്നും ഉള്ളതല്ല. അത് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലാണ് ആത്മനിറവുള്ള സഭ തിരുത്തലുകൾ കൊണ്ടുവരുന്നത്. അതെന്തിനാണ്? തിരുത്തപ്പെടുന്ന ആളുകൾ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടണം, അവർ ഉറയ്ക്കണം. അതാണ് ശിക്ഷണ നടപടികളുടെ പിൻപിൽ ഉണ്ടാകേണ്ട മനോഭാവം. അല്ലാതെ വേറെ ഒരു നിലയിൽ നമ്മൾ ഏതാണ്ട് വലിയ പുള്ളികളാണ്, ഏതാണ്ട് ചെയ്യുന്നോ നോട്ട് അറ്റ് ഓൾ. അത് ഒരു ജഡീക മനോഭാവമാണ്. അതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് all disciplinary action is taken in the love of Christ. എബ്രായ ലേഖനം 12 ദൈവം നമ്മെ ശിക്ഷിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു എന്നുള്ളത്. ഇതുപോലെയാണ് സഭയിലെ അംഗങ്ങൾ വിലയേറിയവരായതുകൊണ്ട് അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തികഞ്ഞ ദൈവസ്നേഹത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്താനാണ് താക്കീതുകൾ, ശിക്ഷണ നടപടികൾ എല്ലാം. അപ്പം ഇത് ആമുഖമായി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പലയിടങ്ങളിൽ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ വിഷയമൊന്ന് തുടങ്ങി വെക്കുവാൻ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 4 വരെയുള്ള അധ്യായങ്ങൾ ഏകദേശം നമ്മൾക്കൊരു ചെറിയ ധാരണയുണ്ട്. എല്ലാം പൂർത്തീകരിച്ചു എന്നല്ല പറയുന്നത്. നമ്മൾ 3-ാം അധ്യായവും 4-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗവുമാണ് ഒരുമിച്ച് ചിന്തിച്ചത്. എന്നാൽ ഞാൻ പ്രസ്താവിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ 5-ാം അധ്യായം വളരെ പ്രസക്തമായ ഒരു വേദഭാഗമാണ്.
ആദ്യത്തെ 4 അധ്യായങ്ങളിൽ പൗലോസ് കൊരിന്ത് സഭയിലെ ഭിന്നതയാണ് അഡ്രസ് ചെയ്യുന്നത്. ഡിവിഷൻസ് ഇൻ ദ ചർച്ച്. ദൈവമക്കൾ തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു. ചിലര് പൗലോസിൻ്റെ പക്ഷം, ചിലര് അപ്പോലോസിൻ്റെ പക്ഷം, ചിലര് കേഫാവിൻ്റെ പക്ഷം, ചിലര് യേശുവിൻ്റെ പക്ഷം. ഇങ്ങനെ 3-4 ഗ്രൂപ്പുകൾ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവര് മാനുഷിക ജ്ഞാനത്തിലും തത്വചിന്തകളിലും വളരെ ഇംപ്രസ്ഡായ ആളുകളാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കാൾ കൊരിന്തിൽ വ്യാപകമായി ഉണ്ടായിരുന്ന ഫിലോസഫിക്കൽ വിസ്ഡം, അത് ഇവരെ സ്വാധീനിച്ച ഒരു സംഘമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോസ്തലനായ പൗലോസ് തിരുത്തൽ കൊണ്ടുവരുന്ന വേദഭാഗമാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ 5-ാം അധ്യായത്തിൻ്റെ വിഷയം, അത് വളരെ ഒരു ഷോർട്ട് അധ്യായമാണെങ്കിലും അധ്യായം മുഴുവനും 13 വാക്യങ്ങൾ ദൈവസഭയിലെ ദുർനടപ്പ് പോള് വിശദീകരിക്കുകയാണ്. ആ ദുർനടപ്പ് ഒരു കാരണവശാലും ദൈവസഭയിൽ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് പോൾ തരുന്നത്. ദ ഹോൾ ചാപ്റ്റർ ഇസ് അബൌട്ട് സെക്ഷുവൽ ഇമ്മോറാലിറ്റി in the Corinthian church. He is treating it as very, very serious. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ എല്ലാ വാക്യങ്ങളുടെ ഒരു പക്ഷെങ്കിൽ നമുക്കിന്ന് പോകാൻ സാധിക്കത്തില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ വരുന്ന സെഷനുകളിൽ നിങ്ങൾക്ക് അത് പഠിക്കുവാൻ കഴിയും, നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ കഴിയും. ഇപ്പം ഈ 5-ാം അധ്യായം നമ്മൾ ഓരോ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇമ്മോറാലിറ്റി എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് നമുക്കൊരറിവ് വേണം. ശരിക്കും പട്ടണത്തിൻ്റെ ഇൻഫ്ലുവൻസുകളാണ് സഭയിലേക്ക് വരുന്നത്. ലോകം സഭയുമായി ഉള്ള അതിർവരമ്പുകൾ, ലോകത്തെ സഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട മതിലുകൾ, വേർപാടിൻ്റെ മതിൽ, വിശുദ്ധിയുടെ മതിൽ ഇടിഞ്ഞു പോയാൽ ലൗകിക ചിന്തകളും സ്വഭാവങ്ങളും ജീവിത ശൈലികളും സഭയ്ക്കകത്ത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആദ്യം നമുക്കത് ഷോക്കിംഗ് ആയിട്ട് തോന്നും. പിന്നീട് ട്രീറ്റ്മെൻറ്റ് നടന്നില്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ വരും തലമുറകൾക്ക് അപകടകരമായ ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇപ്പം കൊരിന്ത് പട്ടണം ഇന്നത്തെ പാശ്ചാത്യ സൊസൈറ്റിയുടെ ഒരു ക്രമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അസാൻമാർഗികമായ സകല നടപടികളും അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് പൗലോസ് ചെന്ന് സുവിശേഷം പറഞ്ഞ ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. അവരുടെ പലരുടെയും പൂർവകാല അനുഭവമെന്ന് പറഞ്ഞാൽ പാപത്തിൽ പുളഞ്ഞു നടന്നവരാണ്. അവരാണ് സുവിശേഷത്താൽ വിടുതൽ പ്രാപിച്ച് പിൻകാലങ്ങളിൽ സഭയുടെ ഭാഗമായി മാറിയത്. അവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ കഴിയും. ലോകത്തിലെല്ലാവർക്കും ആവശ്യം സുവിശേഷമാണ്. സുവിശേഷത്തിന് ഏത് പാപിയെയും വിടുവിക്കാൻ കഴിയും. The gospel is powerful. It saves sinners. അതാണ് കൊരിന്തിൽ നടന്നത്. ഇവിടുത്തെ ആളുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ
താൻ തോന്നികളായിട്ട് ജീവിക്കുന്ന കുറേ ആളുകളാണ് കൊരിന്ത് പട്ടണത്തിലെ ആളുകൾ. ഇവര് അവരുടെ ശാരീരിക ഹിതങ്ങൾക്ക് യാതൊരു നിലയിലും കടിഞ്ഞാണിടാതെ അവരുടെ ശാരീരികമായ പ്രേരണകൾ, കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒരു സമൂഹമാണ് കൊരിന്ത്യൻ സൊസൈറ്റി. അസാൻമാർഗികമായ ലൈംഗിക പാപങ്ങൾക്ക് ഒരു നിലയിലും വിലക്കുകൾ ഇല്ലാഞ്ഞ ഒരു സമൂഹമാണ്. ഏതാണ്ടൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത് വളരെ വളരെ നമുക്ക് നമ്മുടെ മുൻപിൽ നടക്കുന്നു, നമ്മൾ കേൾക്കുന്നു വാർത്തകൾ. അങ്ങനെ ഒരു സൊസൈറ്റി ആയിരുന്നു കൊരിന്തിലെ സൊസൈറ്റി. ഇമ്മോറൽ കാര്യങ്ങൾക്ക് പെർമിസീവ്നെസ് ഉള്ള ഒരു സൊസൈറ്റി. ഈ ഒരു അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെയുള്ള ജഡിക ശാരീരിക പാപങ്ങൾ സഭയുടെ ഉള്ളിലേക്ക് ലോകത്തിൽ നിന്ന് മെല്ലെ കയറുന്ന ഒരു കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്. അതിന് ദൈവസഭയെ അദ്ദേഹം താക്കീത് കൊടുക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിന് കർശനമായ നടപടികൾ എടുക്കണം. കൊരിന്ത് സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അധാർമികമായ ജാതികമായ പശ്ചാത്തലത്തിലുണ്ടായ സൊസൈറ്റിയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് പോലെ നിങ്ങൾ കൊരിന്ത് സഭയെ കാണണം. ദ്വീപെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 4 വഴിക്കും വെള്ളം. ഇതുപോലെ ജാതീക ആരാധനകൾ, ജാതീക സംസ്കാരം, അസാൻമാർഗികമായ നടപടികൾ ഒക്കെയുള്ള ആ ദേശത്തിൽ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട ആളുകൾ ഒരു ചെറിയ ദ്വീപ് പോലെ മാത്രമായിരുന്നു. എന്തിനാണ് ആ ചിത്രീകരണം കൊണ്ടുവന്നത്? ദ്വീപുകൾ 4 സൈഡുകളിലും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഗാർഡിങ് ഇല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്നും വെള്ളത്തിൻ്റെ അലകൾ അടിച്ച് ഈ ദ്വീപിൻ്റെ അകത്ത് പ്രവേശിക്കാം. ആ അക്ഷരിക ഇലസ്ട്രേഷൻ ഞാൻ പറയുമ്പോൾ അത് ആത്മീകമായിട്ട് ചിന്തിക്കണം. അക്ഷരിക ദ്വീപിൻ്റെ ചുറ്റിനും ഏത് മതിലുണ്ടാക്കിയാലും വലിയ സുനാമി വന്നാൽ അകത്ത് കയറും. അപ്പോൾ അതൊരു ഇലസ്ട്രേഷനാണ്. ആ ഇലസ്ട്രേഷനിൽ നിന്ന് ചർച്ചിനോടുള്ള ബന്ധത്തിൽ നാം കെട്ടിപ്പൊക്കുന്ന മതിലുകൾ അതുപോലെ ബലഹീനമല്ല. ആത്മീകമായി ഈ ലൗകിക ജാതീക അസാൻമാർഗിക കാര്യങ്ങൾ അകത്ത് കയറാതെ വണ്ണം നമ്മുടെ കൂട്ടുപ്രവർത്തനം ഇതിന് ചുറ്റിനും മതിലായി വചനത്താൽ, പ്രാർത്ഥനയാൽ, ഉപദേശത്താൽ എല്ലാം ഉണ്ടാകണം. കൊരിന്തുകാരിൽ അങ്ങനെയാണ്, അവരുടെ പശ്ചാത്തലം അങ്ങനെയാണ്. എന്നാൽ സങ്കടകരമായ കാര്യം, ലോകം അകത്ത് ഇറ്റിറ്റായി കയറാൻ തുടങ്ങിയിട്ടും സഭയ്ക്ക് ഒരു വിഷയവുമില്ല. ഇൻഫാക്റ്റ് ഈ 5-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ആ ഭാഗത്തെ കൊണ്ടുവരാം. ഞാൻ ആ മുഖവരെ അല്പം ദീർഘമായി പറയുകയാണ്. തെറ്റ് ചെയ്തവനേക്കാൾ വലിയ തെറ്റിലാണ് സഭ. കാരണം അവരുടെ നിസ്സംഗ മനോഭാവം. അതിനിപ്പോൾ എന്താ, അതിനിപ്പോൾ ഒരാളങ്ങനെ ചെയ്യുന്നു കണ്ടല്ല. അത് നമ്മുടെ ശ്രദ്ധയെ ഉണർത്തണം. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ഒരു ജെനുവിൻ സഭ, ട്രൂ ചർച്ച്, ചർച്ച് ഡിസിപ്ലിനിൽ വിശ്വസിക്കുന്നവരും അവര് അത് പ്രാക്ടീസ് ചെയ്യുന്നവരുമായിരിക്കും. അല്ലാത്തത് ട്രൂ ചർച്ചാണെന്ന് പറയാനൊക്കത്തില്ല. അല്ലാത്തവർ പാപത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്.
സ്തോത്രം. നിങ്ങൾ ദൈവസഭയുടെ അംഗങ്ങളാണെങ്കിൽ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കണം. ദൈവവചനപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും വന്നാൽ അത് ദൈവസഭ ചോദ്യം ചെയ്യും. സ്തോത്രം. ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുക മാത്രമല്ല, ദൈവവചന അടിസ്ഥാനത്തിലല്ല നിങ്ങളെങ്കിൽ അതിന് തിരുത്തലുകൾ ദൈവസഭ കൊണ്ടുവരും. പക്ഷേ മറന്നുപോകല്ല്, അതിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. അത് ദൈവസ്നേഹത്തിലാണ് ചെയ്യുന്നത്. അത് ഈ ആളിൻ്റെ യഥാസ്ഥാനപ്പെടുവാനുള്ള ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാതെ ഈ ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾ എന്തോ ആളിനെ വലിച്ചു കീറാൻ പോകുന്ന ഒരു മനോഭാവം ഉണ്ടാകും. അതല്ല ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. അതല്ല ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷിക്കുന്നത് തല്ലിക്കൊല്ലാനല്ല. ആ മകൻ അല്ലെങ്കിൽ മകൾ കറക്റ്റഡ് ആകണം ജീവിതത്തിൽ. ഈ സെയിം കാര്യമാണ് ദൈവസഭയിൽ നടക്കേണ്ടത്. ക്രിസ്ത്യൻ ബാലൻസ് വിടരുത്. വളരെ ചുരുക്കം സഭകളിലെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാറോ ഉള്ളൂ. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കൊരിന്ത് സഭയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലമായിരുന്നു. അല്പമായിട്ട് ലോകത്തിൻ്റെ ചിന്തകൾ ഇവരിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവരാരാണ്? അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ ദൈവവചന ശുശ്രൂഷ അനുഭവിച്ചവരാണ് കൊരിന്ത്യൻ ചർച്ച്. പൗലോസ് സ്ഥാപിച്ചതും പൗലോസ് അവിടെ നിന്ന് ദൈവവചനം പഠിപ്പിച്ചു. പൗലോസിന് ശേഷം പ്രഗത്ഭനായ അപ്പോലോസ് വന്ന് ദൈവവചനം പഠിപ്പിച്ച ആ സഭ ഇപ്പോൾ ഡേഞ്ചറിലാണ്. അവർക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹമുണ്ടായി. അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ അവരെ ദൈവവചനം പഠിപ്പിച്ചു. പക്ഷേ സഭയിലുള്ള ആളുകൾ പാപത്തിൽ നിന്ന് സമ്പൂർണമായി മാറുന്നില്ല. ദേ കണ്ടിന്യൂഡ് ഇൻ സിൻ. ഭയങ്കര പ്രിവിലേജാണ് ഇവർക്ക്. They were being taught by some of the most famous people. അവരുടെ ഉള്ളിൽ തന്നെ എന്താണ്? We know the word. Paul is our pastor. Apollos is our pastor. Wonderful church. ആ ഒരു സ്ഥിതി. അതുകൊണ്ട് ചർച്ചിലെ മെമ്പേഴ്സൊക്കെ അവർക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾ ആത്മീയമായിട്ട് വളരെ പക്വതയുള്ളവരാണ്. അത് ധാരണയാ ചാച്ച, സത്യത്തിന് വിപരീതമാണത്. പ്രായം കൂടിയതുകൊണ്ട് പക്വത ഉണ്ടാകത്തില്ല. വചനം ഒത്തിരി കേട്ടത് കൊണ്ടും പക്വത വരണമെന്നില്ല. വചനത്തെ ആത്മശക്തിയാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കിയില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. പ്രായമുള്ള എത്രയോ പിള്ളേരുണ്ട്. They are 70 and 80 but they act like children. അതെന്താണ്? വചനം കേട്ടതാണ്, റെഫറൻസ് കാണാതറിയാം, വേണ്ടി വന്ന ഒരു പ്രബോധനവും നടത്തും, പക്ഷെ ലൈഫ് മാറിയിട്ടില്ല. ഇപ്പൊ കൊരിന്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെങ്കിൽ അവരുടെ അംഗങ്ങൾ ചിന്തിച്ച് കാണും അവരിങ്ങനെ ആത്മീകമായിട്ട് വളരെ പക്വതയുള്ളവരാണെന്ന്. പക്ഷേ ഇൻ റിയാലിറ്റി they were carnal to the core. ഈ അപകടം ഈ സഭയിലുള്ള നമുക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ചർച്ചിൽ ഇപ്പോൾ ഗുരുതരമായ വിഷയമാണ് കൊരിന്തിലുണ്ടായിരിക്കുന്നത്. സഭ അതൊരു നിസ്സംഗ മനോഭാവത്തോടെ, ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ്. ആ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ 5-ാം അധ്യായത്തിൽ ദൈവസഭയെ ഈ വിഷയം സംബന്ധിച്ച് സംബോധന ചെയ്യുകയാണ്. അവരെ
തിരുത്തുകയാണ്. നോക്കിക്കേ, 1-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഇപ്പൊ ദൈവസഭ ലോകത്തിൽ നിന്ന് വ്യത്യസ്ത രീതി അല്ലെങ്കിൽ സഭയ്ക്ക് ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു വേദഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോർഡ് സപ്പർ ഈസ് സീരിയസ്, മാരേജ് ഈസ് സീരിയസ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം, ചർച്ച് ഈസ് സീരിയസ് തിങ്. സഭയിൽ വന്ന് ചേർന്നോ, സഭയുടെ അംഗമാണോ, ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് തിങ്. അതെന്തോ പാസ്റ്ററെ? ഇത് കർത്താവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ഈ വചനം അടിസ്ഥാനത്തിലാണ് സഭയിലെ എല്ലാ ശുശ്രൂഷകളും, സഭയിലെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. ഒരു വ്യക്തിയുടെ അല്ല, ആരെങ്കിലും മനുഷ്യൻ്റെ അല്ല, ജീസസിൻ്റെതാണ് സഭ. അതുകൊണ്ട് ജീസസിൻ്റെ സഭയുമായിട്ട് നാം അറ്റാച്ച്ഡ് ആകുമ്പോൾ ദാറ്റ്സ് പ്രിറ്റി സീരിയസ് സ്റ്റഫ്. ചർച്ച എങ്ങനെയായിരിക്കണം? 1-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ചർച്ച് ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമല്ലെങ്കിൽ ഈ ലോകത്തെ ചർച്ച എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ലോകത്തെ കർത്താവിന് വേണ്ടി സ്വാധീനിക്കാനാണ് ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിൻ്റെ വെളിച്ചമായിട്ടും ദൈവസഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. അതിന് മറിച്ച് ഞാനും ലൗകികനും തമ്മിൽ, ലോകക്കാരനും തമ്മിൽ ഒരു വ്യത്യാസമില്ലെങ്കിൽ കുറെ വാക്യം മാത്രം പറഞ്ഞ് പ്രസംഗിക്കുക, there is no difference in my attitude or in my life, what kind of a gospel am I going to preach? ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നായി പറയുന്നത്? സ്തോത്രം. സഭ ലോകത്തെ പോലെയാണെങ്കിൽ സഭയ്ക്ക് ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ പ്രസംഗം, നമ്മുടെ വസ്ത്രധാരണ, നമ്മുടെ ജീവിതശൈലി, ഇതെല്ലാം കണക്കിലെടുത്തു. ഇതെല്ലാം ലോകക്കാരെ പോലെയാണെങ്കിൽ പിന്നെന്തിനാ ലോകത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ട് ഇതിനകത്തോട്ട് വരേണ്ടത്? ഇപ്പൊ പൗലോസ് സഭയിൽ ശിക്ഷണ നടപടിയുടെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ 1-ാം വാക്യത്തിൽ പറയുന്നത്. പെട്ടെന്ന് അങ്ങ് തുടങ്ങുക. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. എങ്ങനെയാ കേട്ടത്? അവിടെ എഴുതിയിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ക്ലോയുടെ ആളുകൾ പറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനത്തിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ. സ്തോത്രം. ആ വിശുദ്ധിക്ക് ചേരാത്തത് പോൾ കേൾക്കുന്നു. സകല യൗവനക്കാരത്തികളും യൗവനക്കാരും ഇത് കേട്ടോണം. നിങ്ങളുടെ മാതാപിതാക്കളുടെ കെയർ ഓഫിൽ ചർച്ചിൽ നിങ്ങൾക്ക് പമ്മീനി നിൽക്കാനൊക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ക്രമക്കേട് വന്നാൽ ശിക്ഷണ നടപടി ഉണ്ടായിരിക്കും. That is God's church. ആദ്യമായിട്ട് വന്നിരിക്കുന്നവർ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്താണ്? അതുകൊണ്ട് ചില പാസ്റ്റർമാർ ഇതൊന്നും പറയത്തില്ല. എന്താ പറയും? അയ്യോ പേടിച്ചു പോവും. ഇങ്ങനൊന്നും അല്ല പറയേണ്ടത്. ഞങ്ങൾക്ക് കാറ് കിട്ടും, വീട് കിട്ടും, ഞങ്ങളുടെ ബിസിനസ്സിൽ വേറെ ഒരു ബ്രാഞ്ച് കൂടെ തുറക്കുന്നു. ജീസസ് അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചിൻ്റെ ഭാഗമാകുമ്പോൾ we must understand what is this church all about. How do they handle church matters?
നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ്, ദുർനടപ്പ് എന്ന വാക്ക് ഒന്ന് സർക്കിൾ ചെയ്തു. പോർണിയായെ അർത്ഥം ഇല്ലിസിറ്റ് സെക്ഷുവൽ ആക്ടിവിറ്റി. ഇതിനകത്ത് നിന്നാണ് പോർണോഗ്രാഫി എന്ന വാക്ക് കിട്ടുന്നത്. ദുർനടപ്പ്. ദൈവം വച്ചിരിക്കുന്ന വിവാഹബന്ധത്തിന് മുൻപോ അതിന് ശേഷമോ, വിവാഹബന്ധത്തിൽ തുടരുമ്പോൾ തന്നെ മറ്റാളുകളുമായിട്ടുള്ള ശാരീരിക ബന്ധം, ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ഉള്ള വാക്കാണ് ദുർനടപ്പ്. സെക്സ് ബിഫോർ മാരേജ്, സെക്സ് ഔട്ട്സൈഡ് ഓഫ് മാരേജ്, എല്ലാം ഇതിനകത്ത് ഉൾപ്പെടെയാണ്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ശാരീരിക ബന്ധം ദൈവം അനുവദിച്ചതാണ്. God has allowed that. അതിനപ്പുറത്തുള്ള സകല പരിപാടികളെയും ദൈവം ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ വചനം അതാണ് പറയുന്നത്. പാസ്റ്റർ പക്ഷേ വാക്യം പറഞ്ഞില്ലല്ലോ. എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്. അൺലോഫുൾ സെക്ഷുവൽ ഇന്റർകോഴ്സ് God will judge. That's God's word. Sex is a blessing in marriage. അത് ദൈവം സംവിധാനം ചെയ്തതാണ്. Outside marriage, God will judge. ദൈവസഭയിലുള്ള സകല ആളുകളും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം. ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. നല്ലൊരു തർജ്ജിമ പറയുന്നത് ശ്രദ്ധിക്കുക. I can hardly believe the report about the sexual immorality going on among you. പൗലോസ് പറയും, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം സ്ഥാപിച്ച സഭയിൽ, അദ്ദേഹം ബൈബിൾ പഠിപ്പിച്ച സഭയിൽ ഞാൻ കേൾക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. കൊരിന്ത് പട്ടണത്തിലുള്ള ഈ ചീത്തത്തരം നിങ്ങളുടെ അകത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം വരുന്ന പ്രയോഗമാണ് ഉണ്ടെന്ന് കേൾക്കുന്നു. ആ പദപ്രയോഗം ഉണ്ടെന്ന് കേൾക്കുന്നു, ആക്ച്വലി റിപ്പോർട്ടഡ് എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കണ്ടിന്യൂയിങ് റിപ്പോർട്ട്, ദാറ്റ് സംതിങ് ഈസ് കണ്ടിന്യൂലി ഹാപ്പനിങ്. നിലവിൽ കൊരിന്ത് സഭയിൽ അങ്ങനെയുള്ള ദുർനടപ്പുണ്ട്. ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലത് നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിയും രഹസ്യമൊന്നുമല്ല, ഇത് പബ്ലിക്കാണ്. മലയാള മനോരമ, കൊരിന്ത് മനോരമ, ഫ്രണ്ട് പേജിൽ വരുന്ന പോലെ. അങ്ങനെയല്ലേ ഇപ്പോൾ വാർത്തകളെല്ലാം? കാരണം അതിനേക്കാട്ടിൽ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ഒന്ന് തട്ടിവിട്ടാൽ പോരെ. ആരോടും പറയരുത് ഞാൻ തട്ടിവിടുക. അവർ 100 പേർക്ക് സപ്ലൈ ആയിട്ട് പറയും, ഞാനല്ല ഇത് പുള്ളി തന്നതാണ്. അപ്പോൾ പൗലോസ് പറയാ, ഇത് ഇങ്ങനെ ഒരു സംഭവം ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന നിലയിൽ സച്ച് എ തിങ് ഇസ് വൈഡ്ലി റിപ്പോർട്ടഡ്. അത് എത്ര നാണംകേടാണ്. ഈ ജനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഭ, കൊരിന്ത് സഭ. പക്ഷേ നാട്ടുകാരൻ കേൾക്കുക ഇപ്പം ഇതിനകത്ത് വലിയ സംഭവം ഉണ്ടെന്ന്. അതാണ് നേതാവ് കേട്ടോ. അദ്ദേഹം ഇപ്പൊ കൊരിന്തുകാരോട് കൂടെ ഇല്ല. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അദ്ദേഹം അത്
അത് വിടുന്നേ, അത് അതൊക്കെ നമ്മൾ തൊടാൻ പോകണ്ട. അങ്ങനെ ചിലർ പറയുന്നത് നാറ്റമുള്ള കേസൊന്നും തൊടാൻ പോകണ്ടെന്ന്, ചുമ്മാ എവിടെയെങ്കിലും പോകണ്ട. പോൾ അങ്ങനെ ഒരാളല്ല. അതാണ് സ്പിരിറ്റ് ഫിൽ ലീഡർ. 4-ാം അധ്യായത്തിൽ എന്താണ് പോൾ പറഞ്ഞത്? ഐ ആം യുവർ ഫാദർ, അല്ലേ? ഞാൻ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചു. റിയൽ അപ്പനാണെങ്കിൽ വിഷയം പറയും, വിഷയം എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യേണ്ടതെന്ന് പറയും. ഒളിച്ചോട്ടം പാടില്ല സഭയിൽ. റിയൽ പേരൻസ് ആണെങ്കിൽ they will discipline their children. റിയൽ ലീഡർഷിപ്പ്, ഒരു ഫാദർലി ഹാർട്ട് ഉണ്ടെങ്കിൽ യു ഫേസ് ഇറ്റ്, നോട്ട് എസ്കേപ്പ് ഫ്രം ഇറ്റ്. ഫേസ് ചെയ്ത് ആളിനെ പറഞ്ഞ് ബോധ്യമാക്കി അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് ഒരു വലിയ ശുശ്രൂഷ. അതെല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിലാണ്. നമ്മൾ ഈ പാഠങ്ങൾ തുടർമാനമായി പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു നല്ല അറിവുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം വിഷയം പറയുക. നോക്കി, ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നു പോൽ. അപ്പൻ്റെ ഭാര്യ, വാട്ട് ഈസ് ദിസ്? എന്താ ഈ അപ്പൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ? അമ്മ എന്നങ്ങ് പറയാൻ വയ്യ, അപ്പൻ്റെ ഭാര്യ. അതിന് കാരണമുണ്ട്. അവൻ്റെ സ്വന്തം അമ്മയല്ല, സ്റ്റെപ്പ് മദർ, രണ്ടാനമ്മ. ഒരു പക്ഷെങ്കിൽ ഈ രണ്ടാനമ്മയെ ഈ മനുഷ്യൻ വശീകരിച്ചതാകാം. മറ്റൊരു ചിന്ത, ഇവൻ്റെ അപ്പനെ കല്യാണം കഴിച്ച ശേഷം ഡിവോഴ്സായതായിരിക്കാം, അല്ലെങ്കിൽ അപ്പൻ മരിച്ചു പോയതായിരിക്കാം, ഇവരെ ഒരു വിധവയാക്കിയതായിരിക്കാം. അത് ക്ലിയർ അല്ല. വാട്ട് എവർ ദ കേസ്, ഈ സഭയിൽ ഇപ്പം അങ്ങനെ ഒരാളുണ്ട്, കൊരിന്ത് സഭയിൽ. ഭയങ്കര വിഷയമാണ്. ഇവിടുത്തെ ആ മൂലഭാഷ, ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നു പോൽ എന്നുള്ള ആ ഭാഷ ശരിക്കും മനസ്സിലാക്കിയാൽ ഇതൊരു ദിവസം അങ്ങനെ എന്തോ ഒരു ക്രമക്കേട് കണ്ടു പോട്ടെ, അതല്ല. അല്ലെങ്കിൽ അങ്ങനെ ഏതാണ്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അങ്ങനെയല്ല. ഇത് സജീവമായി നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതെല്ലാവർക്കും അറിയാം. ദാറ്റ്സ് എ പോയിന്റ്. ഇത് ഇന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ ഇടയിലെ പിള്ളേരൊന്നും അങ്ങ് ഓവർനൈറ്റൊന്നും മാറുമെന്നൊന്നും എനിക്ക് ചിന്തയൊന്നുമില്ല കേട്ടോ. മാതാപിതാക്കളോട് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് വേദനയാണ്. ആണിനെയും പെണ്ണിനെയും സൂക്ഷിച്ചോണം, പെണ്ണാണിനെക്കാട്ടിൽ വേന്ദ്രമാണ്. ആണിനെ പിന്നെയും പിടിക്കാം, പെണ്ണിനെ പിടിക്കത്തില്ല. ഞാൻ ഇപ്പോൾ പറയുന്നതും കുറിച്ചിട്ടോണം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, കുറിച്ചിട്ടോണം. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നു പോൽ. അപ്പം ഓൺ ഗോയിങ് ആക്റ്റീവ് സിൻഫുൾ റിലേഷൻഷിപ്പാണ്. കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഇത് ഏതാണ്ട് ഒന്ന് ഫോൺ കോളിൽ വന്ന് എന്താ ഹാർട്ട് അല്ലേ, അതാണല്ലോ, ഹാർട്ട് അയച്ചു, പിന്നെ ഇങ്ങോട്ടൊരു ഹാർട്ട്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗേൾസും ബോയ്സും തമ്മിൽ ഞാൻ ഹാർട്ട് വല്ലതും കണ്ടാൽ you will get a heart attack, I'll tell you that. ഇങ്ങോട്ടൊരു റോസാപ്പൂ, ഇങ്ങോട്ടൊരു ചെമ്പരത്തി. ഞാൻ സകല പുള്ളികളെ മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഈ പണിയൊന്നും ഇല്ല, വേണ്ട. ഇവിടെ ഹെൽത്തി റിലേഷൻ, ഹെൽത്തി സഹോദരി സഹോദരന്മാരായി മാത്രം കണ്ടാൽ മതി. ആമേൻ. അടുത്ത വേറെ വല്ല സ്റ്റേജ് വരികയാണെങ്കിൽ എന്താണ്, വല്ല കല്യാണാലോചനകൾ വരികയാണെങ്കിൽ ഉപദേശിയോട് ആദ്യം പറയണം. അതിനൊക്കെ വകുപ്പുണ്ട്. അല്ലാതെ ഹാർട്ടയച്ച് കല്യാണമാണെങ്കിൽ അന്ന് വലിയ വിഷയമാവും.
എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. വല്ലതും ഉണ്ടോ പാസ്റ്ററെ? ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴേ പറയുന്നേ. ചർച്ച് കളിയല്ല, ചർച്ച് തമാശല്ല. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ഇവിടെ പ്രമാണമുണ്ട്. ഇവിടെ കൈക്കൂലി കൊടുത്താലൊന്നും കാര്യം നടക്കത്തില്ല. കാണേണ്ടവരെയൊക്കെ കണ്ട് നമുക്കൊരു പൊതിക്കെട്ട് കൊടുത്താൽ, എനിക്ക് പണം തരുന്നവൻ്റെ മുഴുവൻ പണം ഐ ടെൽ യു, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അവർ നിങ്ങൾ കയറി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റയിൽ നിൽക്കും. ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യത്തില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ തന്നു, ഞാൻ സന്തോഷത്തോടെ മേടിച്ചു. ഞാൻ നിങ്ങളോട് ഉള്ള കാര്യം പറയാം, ഞാൻ ഇതുവരെ തുറന്നു നോക്കിയില്ല, സമയം കിട്ടിയില്ല. പോസ്റ്റർ പൈസ കിട്ടിയിട്ട് തുറന്നു നോക്കിയില്ലോ. ഞാൻ നേരാണ് നിങ്ങളോട് പറയുന്നത്, ഞാൻ നോക്കിയില്ല, സമയം കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ എനിക്ക് തരരുത്, സഭയ്ക്കേ കൊടുക്കാവൂ. ഓ ഇല്ല, എനിക്കങ്ങ് തോന്നുക പാസ്റ്റർക്ക് തന്നെ തരണം. ഞാൻ മേടിച്ച് പോക്കറ്റിൽ വെക്കും. കാര്യം വന്നാൽ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ ഞാൻ കാര്യം പറയും. നിങ്ങൾക്കൊരു ഷോക്ക് ഉണ്ടാകരുത്, അതിനാണ് ഞാനിത് പറയുന്നത്. കർത്താവ് പറയാതെ എനിക്ക് പൈസ തരല്ലേ, പറഞ്ഞാൽ ദൈവത്തിന് എന്ന വണ്ണം കൊടുത്തേക്കണം. ഒരു അനുകൂല പരിപാടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. സ്തോത്രം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിന്നാണ്, അല്ലാതെ ഒരു ഷോർട്ട് ടേം അല്ല. എല്ലാ ഇവിടുത്തെ കുഞ്ഞുങ്ങളും ഇത് ഓർത്തോണം. You watch every move of every person. Every move ഡിസോൺ ചെയ്യണം. സംതിങ് ഈ കണ്ടിട്ടുണ്ടോ ഗ്രാഫുകൾ പോകുന്നേ? ECG അല്ലേ, സംഗതി ക്ലോസ് ആകുമ്പം അല്ലേ എങ്ങനെ എന്ന് പറയുന്നത് പോലെ കോൺവെർസേഷൻ്റെ അകത്തൊരു സ്മൂത്ത് ഗ്രാഫ് അല്ലാതെ വല്ലാതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കോണം കോൺവെർസേഷൻ. ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ എബി പാസ്റ്ററോട് പറയാണെന്ന്, ക്ലോസ്. ചർച്ച് ഗൗരവമാണ്. എല്ലാ ദൈവമക്കളും ഇത് മനസ്സിലാക്കണം. എൻ്റെ ജോലിയാണിത് പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് വേറെ ഒരു പരിപാടി അജണ്ടകളില്ലാത്തതുകൊണ്ട് എനിക്കിതിനെ ഡയല്യൂട്ട് ചെയ്തിട്ടൊന്നും നേടാനില്ല. എനിക്ക് നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ഒരു പ്രത്യേക നിലയിലും വേറെ ചിലർക്ക് വേണ്ടി എന്തിനാണ്? എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പൗലോസ് ആ വാക്യത്തിൽ പറയുക, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഏത് പശ്ചാത്തലത്തിലാണ്? ജാതിക പശ്ചാത്തലത്തിൽ അസാൻമാർഗികമായിട്ടുള്ള ക്രമക്കേടുകൾ കൊരിന്തിൽ വ്യാപകമായി നടക്കുന്ന ഇടത്ത് സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ ജാതികളെ മൂക്ക് വിരൽ വെക്കത്തക്കവണ്ണമുള്ള വിഷയമായിരിക്കുക. എങ്ങനെയാണ് ഈ സഭ പിന്നെ അവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. യേശുവിൻ്റെ വിശുദ്ധ മണവാട്ടിയിൽ പ്രോബ്ലമായി. വളരെ ഗൗരവമാണ്. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊരിന്തിലുള്ള ഈ ഇമ്മോറൽ പ്രവർത്തനം ജാതിക ആളുകൾക്ക് ഷോക്കിങ്ങാ, പെന്തിക്കോസുകാരുടെ വിഷയമല്ല. അതിനെന്താ സ്തോത്രം, ജാതികളെ ഞെട്ടിയിരിക്കുക. പെന്തിക്കോസുകാരൻ ഇപ്പോഴും അന്യഭാഷ വരുന്നു, പാട്ട് പാടുമ്പോൾ ഗ്ലോറി, എല്ലാം ഇങ്ങനെയാണല്ലോ. The pagans are shocked. Gentiles are shocked. ദൈവകൃപ ലഭിച്ചു എന്ന് പറയുന്ന ആളുകൾ വിഷയമില്ല. പൗലോസ് നോക്കിയേ അതങ്ങോട്ട് വിശദീകരിക്കുന്നത്. ജാതികളിൽ പോലും ഇല്ലാത്ത എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ജാതികളിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത എന്ന അർത്ഥത്തിലല്ല, പക്ഷെ അവരുടെ ഇടയിൽ ഇത് പതിവല്ല. അവരിത് വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ഇൻസെസ്റ്റ് we have a problem. സഭയ്ക്കകത്തുള്ള പാപം
ലോകത്തെ ഞെട്ടിപ്പിക്കാൻ തുടങ്ങിയെങ്കിൽ ബിഗ് ടൈം പ്രോബ്ലം. ഇതാണ് ഇന്ന് ദൈവസഭ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇൻ ജനറൽ, ദൈവസഭയ്ക്ക് അവരുടെ സുവിശേഷീകരണം കേരളത്തിൽ ഏറ്റെടുക്കാത്തത്. പുറത്തുള്ളവർ സഭയിലെ ആളുകളെ നോക്കുമ്പോൾ ജാതികൾ പോലും ചെയ്യാൻ നാണിക്കുന്ന കാര്യങ്ങൾ വ്യാപകമായി ചെയ്യുന്നു. പിന്നെ സുവിശേഷം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്ന് ആരാധിക്കാൻ പറഞ്ഞാൽ ആര് വരുമെന്നായി പറയുന്നു? പൗലോസ് വളരെ കട്ടിയായിട്ടുള്ള വാക്കാണ്. രക്ഷിക്കപ്പെടാത്ത പാപികളായിട്ടുള്ളവർ പോലും ഇത്ര ഈ സഭയിലെ ഒരംഗത്തിൻ്റെ അത്രയും അധപ്പതിച്ചില്ല. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. You have fallen to deeper trouble. ക്രിസ്ത്യാനിയാണോ? പെന്തിക്കോസാണോ? അതാണ് ഇതിൻ്റെ അർത്ഥം. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഈ ജാതികളെക്കുറിച്ചൊക്കെ റോമാലേഖനത്തിൽ സുവിശേഷമില്ലാത്തവരെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. അവരുടെ ഉള്ളിൽ മനസാക്ഷിയുണ്ട്. അവരിൽ മിക്കവരും മനസാക്ഷി ലംഘിക്കാതൊക്കെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്നല്ല ഞാൻ വാദിക്കുന്നത്. അവരുടെ മനസാക്ഷിയുടെ മാനദണ്ഡം വെച്ചവർ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സഭയ്ക്കകത്ത് വന്നവൻ ബെല്ലും ബ്രേക്കുമില്ലാതെ എടുത്ത് ആടിക്കളഞ്ഞു. അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ നാട് മുഴുവൻ പ്രസിദ്ധമായി. ഇതുപോലെയുള്ള പാപം ആ കാലഘട്ടത്തിലെ റോമാക്കാർ അവര് വിരോധിച്ചതാണ്. ഇറ്റ്സ് ഫോർബിഡൻ. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ദൈവം ആക്കവിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 8-ാം വാക്യം, 20-11, ആവർത്തന പുസ്തകം 22 30-ാം വാക്യം, 27-20-ാം വാക്യം, ഇവിടെ എല്ലാം പഴയ നിയമത്തിലുണ്ട്. എന്താ 18-8 പറയുന്നത്? അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്, അത് നിന്റെ അപ്പന്റെ നഗ്നതയല്ലോ. God has already spoken against this sin. ചിലർക്ക് ഞാൻ ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണോ വിശുദ്ധിയുടെ? ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം പറയുന്നത്. ഇങ്ങനെ പരീസ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് കൊണ്ടുവരില്ല കേട്ടോ. അയ്യോ, നമ്മുടെ ആളുകളിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറഞ്ഞു. എന്താണ് പിന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നതാണ് നിങ്ങളോട് ഈ പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിൻ്റെ വാണിംഗ് ഉണ്ട്. ദൈവസഭയുടെ ആ പവിത്രതയെ, ആ വിശുദ്ധിയെ ജാതികളുടെ മുൻപിൽ കളങ്കപ്പെടുത്തി. അങ്ങനെ ഒരു വല്ലാത്ത രീതിയായി കൊരിന്ത് സഭയുടെ സാക്ഷ്യം പോയി. Their testimony was hindered. അത് ഞാൻ സ്നേഹത്തിൽ പറയാം, ദൈവം പൊറുക്കത്തില്ല. ദൈവസഭയുടെ ഒരു റിയൽ അധ്യക്ഷനാണെങ്കിൽ സഹിക്കാൻ കഴിയത്തില്ല സഭയുടെ സാക്ഷ്യത്തിന് കളങ്കം വീഴുക. ഇറ്റ് ഈസ് സീരിയസ്. ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ നിർത്താൻ താല്പര്യപ്പെടുക. വി വിൽ ബി കണ്ടിന്യൂയിങ് ദിസ്. 13 വാക്യവും എനിക്ക് പറയണം. ചർച്ച് ഡിസിപ്ലിൻ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ 1-ാം വാക്യത്തിൽ മനസ്സിലാക്കിയത് ദ നീഡ് ഫോർ ഡിസിപ്ലിൻ. എന്തിനാണ് ഈ ഡിസിപ്ലിൻ? അതിപ്പോൾ എല്ലായിടത്തും സമയം വിട്ടുകള ഭാഷയെ വിടാനൊക്കത്തില്ല. എന്താണ് ഇതിൻ്റെ നീഡ്? ചർച്ച് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതൊരു ചെറിയ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇത് പാപം വെച്ചു പുലർത്തുകയാണ്. നാട്ടതറിഞ്ഞു. സഭയുടെ സാക്ഷ്യം പോയി. എന്നിട്ട് ഈ കൊരിന്തുകാരും മിണ്ടാതിരിക്കുക. താഴോട്ട് പൗലോസ് പറഞ്ഞേ,
നിങ്ങൾ വിലപിക്കേണ്ടിയിരുന്നു. ആ വാക്കുകളൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം, വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. അതിന് പകരം നിങ്ങൾക്ക് യു ആർ ബോസ്റ്റിംഗ്, യു ആർ പ്രൈഡ്ഫുൾ. അയ്യോ, അതെന്താണ് ഇങ്ങനെയൊരു വിഷയമുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഒരു പക്ഷെങ്കിൽ ബ്രദർ, വി ആർ സേവ്ഡ് ബൈ ഗ്രേസ്. എന്ത് വിഷയമാണെങ്കിലും പ്രശ്നമില്ല. ആ നിലയിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരിത് ലാഘവമായിട്ടെടുത്തു. പോൾ പറഞ്ഞു, നോ വേ, നോ വേ, ഇതിന് ട്രീറ്റ്മെൻ്റ് ആവശ്യമാണ്. there must be solution. അതുകൊണ്ട് ന്യൂ ലൈഫ് AG ചർച്ചിൻ്റെ ഭാഗമായി തീർന്നാൽ എക്സ്പെക്ട് ചർച്ച് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാത്ത സഭ ട്രൂ പിക്ചർ ഓഫ് ക്രൈസ്റ്റ് അല്ല കൊടുക്കുന്നത്. ഇതിപ്പം ഈ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരൊറ്റപ്പെട്ട പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഒരു വാക്യമേ ഉള്ളൂ, എങ്ങനെ വേണേലും അത് ആളുകൾ വളച്ചൊടിച്ചേനെ. ഇതൊരു അധ്യായം മുഴുവനും ഒറ്റ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യു ജസ്റ്റ് കനോട്ട് ഇഗ്നോർ ദാറ്റ്. അപ്പൊ ചർച്ചിൽ പ്രോബ്ലംസ് ഉണ്ടാകും. കൊരിന്ത് സഭയിലുണ്ടായി, വചനം പഠിച്ച സഭയിലുണ്ടായി, എല്ലാ ചർച്ചിലും ഉണ്ടാകാം. ഉണ്ടാകണമെന്നല്ല, ഉണ്ടാകാം. ഉണ്ടായാൽ അതിന് നടപടിയുണ്ട്. ആ നടപടികളിൽ സന്തോഷത്തോടെ ആ നടപടിയിലൂടെ കടന്നു പോകുന്നവരാണ് ട്രൂ ബിലീവേഴ്സ്. ഇവിടെ ഒരിക്കല് ഒരു വലിയ പ്രശ്നം ഒരുത്തനിൽ കണ്ടു. ഞാൻ പറഞ്ഞു, സോര വന്ന് പുറകിലിരുന്നോണം. പുറകിലിരിക്കുന്നവരെല്ലാം അങ്ങനെയാണെന്നല്ല ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. പുറകിലിരിക്കുന്നവർക്കൊരു ഇത് വന്നു, അയ്യോ നമ്മളൊന്ന് സഹോദരനോട് പറഞ്ഞു, പുറകിലിരുന്നോണം, കർത്തൃമേശയിൽ ഭാഗമാകാൻ ഒക്കത്തില്ല. യു കനോട്ട് ടേക്ക് ദ ലോർഡ്സ് സപ്പർ. മറ്റ് ചർച്ചിൻ്റെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും യു കനോട്ട് പാർട്ടിസിപ്പേറ്റ്. അദ്ദേഹം ചെയ്തതെന്നറിയാമോ? ചർച്ച് വിട്ടു, പിന്നെ വന്നേ ഇല്ല, ഞാൻ പോയുമില്ല. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചതല്ല. അദ്ദേഹം ഗുരുതരമായൊരു വിഷയം ചെയ്തു, അതെനിക്ക് ബോധ്യമായി. ഞാൻ പേഴ്സണലി ആ വീട്ടിൽ ചെന്നു. അതിന് എല്ലാവരും സാക്ഷികളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു നോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? He just left. That is okay. പക്ഷെ ഞാനത് കണ്ടില്ലപ്പെട്ട് കേട്ടില്ലപ്പെട്ട് ആരോടും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല ആരാന്ന്. ഞാൻ പറയത്തുമില്ല. എൻ്റെ ജോലി എന്ന് പറയുന്ന ആരെങ്കിലും കളിയാക്കുക എന്നുള്ളതല്ല. പക്ഷെ അദ്ദേഹം വിടുമ്പോൾ സംഭവിക്കുന്നത്, ആ താക്കീതുകൾക്ക്, ശിക്ഷണ നടപടികൾക്ക് വിധേയപ്പെടാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂ കളേഴ്സ് വെളിപ്പെട്ട് വരിക. മറ്റൊരനുഭവം ഞാൻ പറയാൻ പോവാം. ഞാനിപ്പോൾ വെളിയിൽ നിന്നൊരു അനുഭവമല്ല എടുത്തത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ നടന്നു, നോ, കടപ്രയിൽ നടന്ന കാര്യമാണ്. എന്നോടൊരാൾ പറഞ്ഞു, ഈ ചർച്ചിലെ ഒരു അംഗമാണ്, സജീവ അംഗമാണ്. കുറച്ച് നാൾ മുമ്പ് താക്കീത് ചെയ്ത് ഒരു പരിധിവരെ വേറിട്ടെന്നെ നിർത്തിയപ്പോൾ എൻ്റെ പാസ്റ്റർ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ട്രൂ കാര്യം. അതാണ് ഉദ്ദേശിക്കുന്നത്. സഹിക്കാൻ കഴിയാതെ മാനസാന്തരപ്പെട്ട് ക്രമീകരിച്ച് മടങ്ങി വരണം. സ്നേഹത്തിലാണ് എല്ലാ ശിക്ഷയും. എന്നോട് കഴിഞ്ഞ ദിവസം നേരിട്ട് പറഞ്ഞതാണ്. എല്ലാവരും എന്നെ വിടുന്നവൻ, കൂട്ടായ്മ ഇല്ലാതെ വന്നു, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എക്സാക്ട്ലി അതാണ് വേദപുസ്തകം പറയുന്നത്. കൂട്ടായ്മയിൽ നിന്ന് മാറുമ്പോൾ, നിങ്ങൾക്കത് ഇതുവരെ അനുഭവമായിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കത് ചിന്തിക്കാനൊക്കത്തില്ല.
ഊഷ്മള ബന്ധത്തിലായിരുന്നവർക്ക് കൂട്ടായ്മയിൽ നിന്ന് അവർ പുറത്തു ഒരു ശിക്ഷണ നടപടിയിലാണെങ്കിൽ അവിടെയാണ് മാനസാന്തരപ്പെടുന്നത്. മറ്റേത് കീഴ്പ്പെടാൻ മൈൻഡില്ല, അവരങ്ങ് വിട്ടുപോയി. പക്ഷെ ഈ വ്യക്തി കീഴ്പ്പെട്ട് ഇന്ന് ദൈവസഭയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതാണ് ചർച്ച്. ആരുടെയും ജീവിതത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാകാം. എൻ്റെ ജീവിതത്തിലുണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം മിസ്റ്റേക്ക്. അത് നമ്മളെല്ലാം മാലാഖമാരൊന്നുമല്ല. പക്ഷെ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ ലീഡർഷിപ്പ് അതിൻ്റെ ബോധ്യം വരുത്തി ചില വിഷയങ്ങളിൽ ശിക്ഷണ എടുക്കുമ്പോൾ സ്നേഹത്തിൽ ആ ശിക്ഷണ നടപടികൾക്ക് കീഴ്പ്പെട്ടു കൊടുക്കുമ്പോൾ അത് അനുഗ്രഹമാണ്. സഭയുടെ സ്നേഹമാണ് ഈ ശിക്ഷണം. ദൈവത്തിൻ്റെ സ്നേഹമാണ് സഭയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്താണ് ശിക്ഷണ നടപടി എന്ന് പറഞ്ഞാൽ ആരാണ്ട് കളിയാക്കാന്ന്? നോട്ട് അറ്റ് ഓൾ. അത് ജഡീക ചിന്തയാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് തിരുത്തുക. നാം നമ്മുടെ മക്കളെ തിരുത്തുന്നത് പോലെ. തിരുത്തുമ്പോൾ അവർക്ക് വേദനയല്ലേ? അല്ലാതെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയല്ല. അവർ മടങ്ങി വരുന്നു. അവർക്ക് മനസ്സിലാകുന്നു ഇന്ന കാര്യമാണെങ്കിൽ എൻ്റെ പപ്പ എന്നെ അടിയും. ചർച്ച് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ ട്രൂ ചർച്ച്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിലുള്ള അഭ്യർത്ഥന, ഫാദർ ഫോർഗിവ് us. ഞങ്ങളെ റിയൽ ചർച്ചിൻ്റെ ഭാഗമാക്കണം. Where there is discipline. And I will tell you honestly, അതൊരു ഈസി കാര്യമല്ല ശിക്ഷണം. നേതൃത്വത്തിന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു അയാൾക്കൊന്ന് ഒരു ശിക്ഷണ നടപടികൾ. നോട്ട് അറ്റ് ഓൾ. ആർക്കും അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരും യോഗ്യമായി വണ്ണം നടക്കട്ടെ. പക്ഷെ അഥവാ ഉണ്ടായാൽ, അങ്ങനെ നടപടികൾ എടുത്താൽ അതൊരു അപൂർവ കാര്യമല്ല. ബൈബിളിൽ കാണുന്ന ഒരു ഉപദേശമാണ് ഇത്. ഞാനിപ്പോൾ 1 കൊരിന്ത്യർ 5:1 നിങ്ങളോട് ഞാൻ പറഞ്ഞത്. മാത്യു 18 ജീസസ് പറയുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ചത് എന്താണെന്നറിയാമോ? മാത്യു 16 ആദ്യമായിട്ട് സഭയെക്കുറിച്ച് പറയുന്നത്. 18 കർത്താവ് സഭയെക്കുറിച്ച് ശിക്ഷണ നടപടിയാണ് പറയുന്നത്. അപ്പോൾ ചർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് ജീസസ് ന്യൂ ദാറ്റ് there will be discipline. അല്ലേ? അത് നമുക്ക് മറ്റൊരവസരം ധ്യാനിക്കാം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം.